السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا أوصيكم أولا بتقوى الله. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈദുൽ അദ്ഹ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. ഏവർക്കും ഹൃദ്യമായ ഈദാശംസകൾ നേരുകയാണ്. ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ രണ്ട് ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. ആഘോഷിക്കുക എന്നത് മനുഷ്യരുടെ മനസ്സിൽ അന്തർലീനമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഇസ്ലാം ആഘോഷങ്ങൾക്ക് കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുകയായിരുന്നു. ആഘോഷിക്കുന്ന വേളകളിൽ മനുഷ്യർ നിലവിലുള്ള നിഷിദ്ധങ്ങളും നിരോധങ്ങളുമെല്ലാം മറികടന്നുകൊണ്ട് തങ്ങളുടെ ഇച്ഛകൾക്ക് വിധേയമായി പോകുന്ന ആ അവസ്ഥയെ ഇസ്ലാം സംസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനുള്ളൊരു ആശയം, ഇന്നലെ വരെ നിഷിദ്ധമായത് എല്ലാം ഈ ദിവസത്തിലും നിഷിദ്ധം തന്നെയായിരിക്കുമെന്ന് എല്ലാവരും ഓർത്തുവെക്കണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ആഘോഷങ്ങൾ ശബ്ദമുഖരിതമാകുന്നത് തക്ബീറുകൾ കൊണ്ടാണ്. തക്ബീർ എന്ന് പറയുന്നത് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം നമ്മുടെ മനസ്സിലെ അഹന്തകളെയും ഗർവുകളെയും ഇല്ലായ്മ ചെയ്യാൻ പര്യാപ്തമാകേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ നിർബന്ധമായും ഐച്ഛികമായും എല്ലാം ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ 300ഓളം തവണയാണ് ഒരു വിശ്വാസി അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോൾ ആ ദിക്ർ ഉരുവിടുന്നൊരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഏറെ എളിയവനാണ് എന്നുള്ള കൃത്യമായ ബോധമാണ് അതിലൂടെ ഇസ്ലാം ഓരോരുത്തരിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഈദുൽ അദ്ഹ നമ്മൾ ആചരിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ഓർക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കുടുംബത്തെയാണ്. ഖുർആനിലെ 26 അധ്യായങ്ങളിൽ 68 സ്ഥലങ്ങളിലായി 10ഓളം സ്ഥാനപ്പേരുകളിൽ ഖുർആൻ ഈ മഹാനുഭാവന്റെ ചരിത്രത്തെയും പ്രാർത്ഥനയെയും ഒക്കെ സ്മരിച്ചു പോകുന്നുണ്ട്. ഓരോ നമസ്കാരത്തിലും നാം അത് കൃത്യമായി സ്മരിക്കുന്നുണ്ട്.
സെമറ്റിക് മതങ്ങളായ പശ്ചിമേഷ്യയിൽ ഉദയം ചെയ്തിട്ടുള്ള ജൂത ക്രൈസ്തവ മതങ്ങളെല്ലാം തന്നെയും ഈ ആദർശ പിതാവിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു വരുന്നുണ്ട്. എങ്കിൽ പിന്നെ ആ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ ഇസ്ലാമികമായ മാനം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 130-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ് വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്തിനോട് ആരാണ് വിമുഖത കാണിക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സ, സ്വന്തം ആത്മാവിനെ മൂഢനാക്കിയവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ, തീർച്ചയായും അദ്ദേഹത്തെ നാം ഇവിടെ ഏറ്റവും നല്ലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, പരലോകത്താകട്ടെ അദ്ദേഹം സച്ചരിതരായ ആളുകൾക്കൊപ്പമായിരിക്കുമെന്നും ഖുർആൻ അവിടെ സൂചിപ്പിക്കുകയാണ്. ഇബ്രാഹിമിന്റെ മില്ലത്തിനോട് വിമുഖത നമ്മൾ കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയത് ഖതാദ റളിയല്ലാഹുവിൽ നിന്നുള്ള ഒരു റിവായത്താണ്. അതിലൂടെ അദ്ദേഹം പറയുന്നത്, ഹുമുൽ യഹൂദു വന്നസാറ റഗബു അൻ മില്ലത്തി ഇബ്രാഹിം. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ ജൂതന്മാരും ക്രൈസ്തവരുമാണ്. അവർ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് തെറ്റിപ്പോയപ്പോഴാണ് അള്ളാഹു ഇത് സൂചിപ്പിച്ചത്. വത്തഖദുൽ യഹൂദയ്യ വന്നസ്റാനിയ്യ, അവർ സ്വന്തമായി അവരുടേതായ മതങ്ങൾ പിന്നീട് രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ബിദ്അത്തുൽ ലൈസത്ത് മിനല്ലാഹ്, പടച്ചവനിൽ നിന്നില്ലാതെ സ്വന്തമായ ബ്രാൻഡുകളായി അവർ ഓരോ തുരുത്തുകളായി തങ്ങളുടേതായ മതങ്ങളെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. സന്മാർഗം പ്രാപിക്കണമെങ്കിൽ ജൂതനോ ക്രൈസ്തവനോ ആകണമെന്നാണ് അവർ പറഞ്ഞു വച്ചത്. ഖുർആൻ അത് രേഖപ്പെടുത്തിയത് അതേ അധ്യായത്തിലെ 135-ാമത്തെ വചനത്തിലാണ്. വഖാലു കൂനു ഹൂദൻ ഔ നസാറ, ഒന്നുകിൽ നിങ്ങൾ ജൂതനാവുക, അതല്ലെങ്കിൽ നിങ്ങൾ ക്രൈസ്തവനാവുക. തഹ്തദു, എങ്കിൽ നിങ്ങൾ സന്മാർഗികളായേക്കും. കുൽ, പറയുക പ്രവാചകരെ, ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, വക്രതയില്ലാത്ത ഇബ്രാഹിമിന്റെ മാർഗമാണ് നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല എന്ന് നീ പ്രഖ്യാപിക്കുക. ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നുണ്ട്. 16-ാമത്തെ അധ്യായത്തിലെ 123-ാമത്തെ വചനം, സുമ്മ ഔഹൈനാ ഇലൈക, പിന്നീട് നാം നിനക്ക് ദിവ്യബോധനം നൽകുകയുണ്ടായി. അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, യജമാനസ്കനായ ഇബ്രാഹിമിന്റെ മാർഗമാണ് നീ അനുധാവനം ചെയ്യേണ്ടത്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല എന്നതാണ്. ഈ മാർഗം മറ്റു മാർഗങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. കണിശമായ ഏകദൈവ വിശ്വാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതായി ഖുർആൻ എടുത്തെടുത്തു പറയുന്നുണ്ട്. ശ്രദ്ധേയമായിട്ടുള്ള വചനം 60-ാമത്തെ അധ്യായം സൂറ മുംതഹിനയിലെ 4-ാമത്തെ സൂക്തമാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, തീർച്ചയായും ഇബ്രാഹിമിലും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകളിലും നിങ്ങൾക്കിതാ ഉത്തമമായ മാതൃകയുണ്ട്. ഇത് കാലു, അവർ തങ്ങളുടെ തങ്ങളുടെ ജനതയോട് ആ സമൂഹം പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയൊക്കെ ആരാധിക്കുന്നുണ്ടോ ആ ആരാധ്യന്മാരിൽ നിന്നെല്ലാം ഞങ്ങൾ ഒഴിവായവരാണ്. ആദർശത്തിന്റെ വ്യതിരക്തത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്തിലൂടെ കൃത്യമായി രൂപപ്പെടുത്തിയെടുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം ഇന്ന് ഏതിന്റെയൊക്കെ മുമ്പിലാണ് കുമ്പിട്ടുകൊണ്ടിരിക്കുന്നത്? ആരോടൊക്കെയാണ് അവർ അവരുടെ സങ്കടങ്ങളും ആവലാതികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് നമ്മൾ ആവേശത്തോടുകൂടി തക്ബീർ മുഴക്കുകയും
ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി വന്നപ്പോൾ ഖുറൈശികൾ പ്രവാചകനോട് പറഞ്ഞത് ഞങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിലായിരുന്നു എന്നതാണ്. അവരെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്തിലാണ് എന്ന് പറയാൻ ചൂണ്ടിക്കാണിച്ചത് തങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ, വിഗ്രഹങ്ങളിൽ ഇബ്രാഹിമിന്റെയും വിഗ്രഹം ഉണ്ടായിരുന്നു എന്നതാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ മുസ്ലിങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ മുസ്ലിമേ, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക? വഫീ ഖൽബിക കം ഇലാഹുൻ, എത്ര ഇലാഹുകളാണ്, എത്ര ആരാധ്യന്മാരാണ് നിന്റെ മനസ്സിലുള്ളത്? കുല്ലു ശൈഇൻ തഅ്തമിദു അലൈഹി വതസിക്കു മിൻ ദൂനില്ലാഹ് സനമക, അല്ലാഹുവിനെ പുറമെ നീ ആശ്രയിക്കുകയും നിന്റേതായ നീ മനസ്സിൽ കൊണ്ടുകളക്കുകയും ചെയ്യുന്ന ആ ഇലാഹുകളൊക്കെയും നീ കരുതിപ്പോരുന്ന വിഗ്രഹങ്ങൾ തന്നെയാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നിന്റെ ഏകദൈവ വിശ്വാസമാകുന്ന നാവിലെ പ്രഖ്യാപനം കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. മഅശ്ശർക്കിൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ നീ മറ്റനേകം ഇലാഹുകളെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. വളരെ കൃത്യമായി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തെ നെഞ്ചേറ്റുന്നതിൽ നിന്നും എത്രയോ കാലം അകലെയാണ് മുസ്ലിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായൊരു ബോധം നമുക്കുണ്ടാകണം. മറ്റൊരു സംഗതി ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പ്രവാചകന്റെ തന്നെയും പേരുള്ള ഒരു വ്യക്തി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് എന്നതാണ്. എല്ലാ മതങ്ങളും ഒന്നാണ്. അത് പറയാനുള്ള അദ്ദേഹത്തിന്റെ പ്രേരകം ഏതൊരു ഘട്ടത്തിലാണ്, അതിന്റെ പരിസരം എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിന്റെ വിമർശകരായ ആളുകൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരു മുസ്ലിം പണ്ഡിത വേഷധാരിയായ മനുഷ്യൻ എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എന്ന് പറയുമ്പോൾ ന്യായമായി നമുക്കൊരു സംശയമുണ്ട്, അതിന്റെ പിന്നിലുള്ള ആളുകൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം ശുദ്ധമായിട്ടുള്ള ഏകദൈവ വിശ്വാസമാണ്. എന്നാൽ മറ്റു മതങ്ങൾ എങ്ങനെ അത്തരം ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ല? ഇസ്ലാമിൽ കൃത്യമായ ഒരു പരലോക വിശ്വാസമുണ്ട്. എന്നാൽ മറ്റു മതങ്ങൾ ആ പരലോക വിശ്വാസം അതേപോലെ വിശ്വസിക്കുന്ന ആളുകളല്ല. ഇസ്ലാമിൽ കൃത്യമായ ഒരു നുബുവത്തുണ്ട്, പ്രവാചകന്മാർ അവതീർണമായ ഒരു സംഗതിയുണ്ട്. എന്നാൽ അവതാര സങ്കല്പങ്ങളാണ് പലപ്പോഴും മറ്റു മതങ്ങളിലുള്ളത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തികഞ്ഞ അജ്ഞതയോ അതല്ലെങ്കിൽ മറ്റൊരു ആശയത്തെ ഇതിലേക്ക് വലിച്ചെഴുക്കുകയോ ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇബ്രാഹിം മില്ലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സഹോദരങ്ങളെ ത്യാഗമാണ്. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ ജനിക്കുകയും ഷാമും സിറിയയും ഈജിപ്തും മക്കയും ഒക്കെയും താണ്ടിക്കൊണ്ട് യാതൊരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകനായി നടന്നുകൊണ്ട് ഈ ആശയ സംഹിതകൾ കൃത്യമായി ജീവിച്ച് കാണിക്കുകയും മാലോകരെ പഠിപ്പിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അത് കൃത്യമായൊരു ത്യാഗമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനുള്ള കൃത്യമായൊരു ആഹ്വാനമാണ്. ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറ ഇബ്രാഹിമിലെ 17-ാമത്തെ വചനം തന്റെ കുഞ്ഞിനെയും അതിന്റെ മാതാവിനെയും മക്കയിലെ ഉശ്വരമായ മണലാരണത്തിൽ കൊണ്ടുപോയി താമസിച്ചുകൊണ്ട് മടങ്ങി വരുമ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. ഇതാ യാതൊരു കൃഷിയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ ചാരെ എന്റെ സന്തതികളിൽപ്പെട്ട ചിലരെ ഞാൻ ആക്കുകയാണ് പടച്ചവനെ എന്ന്. മഹദിയായ ഹാജർ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട്, ആ അല്ലാഹു അമറക ബിഹാദ, അല്ലാഹുവാണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി കാലം കാലത്ത് അവർ തിരിച്ചു പറയുന്നത് ഇതല്ല പടച്ചവനാണ് പറഞ്ഞത് എങ്കിൽ തീർച്ചയായും അള്ളാഹു ഞങ്ങളെ കാത്തുകൊള്ളും എന്നതാണ്. ഞങ്ങൾ അള്ളാഹു ഉപേക്ഷിക്കുകയില്ല എന്നതാണ്.
സഹോദരങ്ങളെ, നമ്മളെ കേൾക്കുന്ന കുടുംബങ്ങൾ, കുടുംബിനികൾ ആലോചിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിൽ തവക്കുലാക്കുക. പടച്ചവൻ പറഞ്ഞത് ചെയ്താൽ അള്ളാഹു നമ്മെ സഹായിക്കും, അള്ളാഹു കാത്തുകൊള്ളുമെന്നുള്ള അടിമയായിട്ടുള്ള ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് പറയുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കുക. തവക്കുല് രണ്ടു വിധമുണ്ട്, തവക്കുലും തവാക്കുലുമുണ്ട്. എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്ക്രിയനായിരിക്കുന്ന സമീപനമല്ല ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നത് പോലെ തന്നെ കൃത്യമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന നമ്മുടേതായ ബാധ്യതയെ നിർവഹിക്കുക എന്നതാണ്. മഹദി ഹാജറ ഏതെങ്കിലും സ്ത്രീ സഹജമായ വൈകാരിക നിമിഷങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടുകയല്ലായിരുന്നു, തന്റെ വിധിയെ പഠിക്കുകയല്ലായിരുന്നു. ആ ബാധ്യതയും അവർ സ്വയം ഏറ്റെടുക്കുകയാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, അവരുടെ പ്രയാണമാണ് സഫയ്ക്കും മർവയ്ക്കും ഇടയിൽ ഹാജിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നീരുറവ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആ നീരുറവയിലേക്കുള്ള അവരുടെ പ്രയാണമാണത്. ആ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ ഓട്ടത്തിൽ അനേക തവണ അവർ മരീചികകൾ കാണുമായിരിക്കും. പക്ഷെ ഒരു മരീചികയുടെ നേർക്ക് പോയിക്കൊണ്ട് നിരാശയായി അവിടെ ചടഞ്ഞിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥിരോത്സാഹിയായി പുറപ്പെടുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മനുഷ്യന് കൃത്യമായൊരു പ്രതിബിംബമാണ് ഹാജറയുടെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്ക് എത്ര പേർക്ക് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ കൃത്യമായി ഏറ്റെടുക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്കണം. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഈ തവക്കുലാണ് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും പടച്ചവന്റേതായ മാർഗത്തിൽ കൃത്യമായി പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ആ തവക്കുൽ എന്ന് പറയുന്നത്. അതിൽ സ്വന്തമായ ഒരു ഭാഗധേയത്വമുണ്ട്. മറിയം അലൈഹിസ്സലാം ആളുകളുടെ ശകാരങ്ങളും ആക്ഷേപങ്ങളും ഏറ്റ് പ്രസവത്തോടടുക്കുന്ന സന്ദർഭത്തിൽ അവരോട് അള്ളാഹു പറയുന്നുണ്ട്, ആ താഴ്വരയിലേക്ക് മാറിക്കൊള്ളുക. അവിടെ ഈത്തപ്പനമുണ്ട്, ഈത്തപ്പന മരത്തെ നിന്നിലേക്ക് നീ പിടിച്ചു കുലുക്കിക്കൊള്ളുക. പാകമായ ഈത്തപ്പഴങ്ങൾ അത് നിനക്ക് വീഴ്ത്തിത്തരും. ഗർഭിണിയായി, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മറിയമിനോടാണ് അള്ളാഹു പറയുന്നത് ഈത്തപ്പന മരം കുടുക്കാൻ. നല്ല ദൃഢഗാത്രനായ, അരോഗ ദൃഢഗാത്രനായ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത പണിയാണ് ചെയ്യേണ്ടത്, ചെയ്യാൻ ഏൽപ്പിക്കുന്നത്. അതൊരു ചുമതലയാണ്, ഭാഗധേയത്വമാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു ഭാഗധേയത്വമുണ്ട് സഹോദരങ്ങളെ. ആ ഭാഗധേയത്വത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സംഗതി നിർവഹിക്കുക എന്നതാണ്. ഈ ചരിത്ര പഠനത്തിൽ ഈ കുടുംബത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ത്യാഗം എന്ന് പറയുന്നത് ബലിയുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ബലിയൊറുക്കാനുള്ള സ്വപ്നം കാണുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നതാണ് ബലിയിലൂടെ, ഈ പ്രഖ്യാപനത്തിലൂടെ ആ കുടുംബം കൃത്യമായി ആവിഷ്കരിക്കുന്നത്. പുരാതന മെസൊപ്പൊട്ടേമിയയിലും ബാഗ്ദാദിലുമൊക്കെയും ഈജിപ്തിലുമൊക്കെയും നിലനിന്നിരുന്ന ഒരു സംഭവമാണ് മനുഷ്യബലി എന്ന് പറയുന്നത്. അവിടെ അവരെല്ലാവരും ആരാധിച്ചിരുന്ന ഒരു ദേവതയുണ്ടായിരുന്നു. മൊളോക്ക് എന്നാണ് അവരുടെ പേര്. ആ ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ശിശുക്കളെ തങ്ങളുടെ മാതാപിതാക്കൾ ആ ദേവതയ്ക്ക് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. ശത്രുനിഗ്രഹത്തിനും സ്വന്തം അഭീഷ്ട കാര്യങ്ങളുടെ സിദ്ധിക്കും വേണ്ടിയൊക്കെയാണ് അവരത് ചെയ്തതെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഈ ബലി അർക്കാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു മാനദണ്ഡമോ ഒരു നിബന്ധനയോ വെച്ചിട്ടില്ല. പൂർണ്ണമായ സമർപ്പണമാണ്. ആ സമർപ്പണത്തിന് അദ്ദേഹം തയ്യാറായി തന്റെ മകനെ ബലിപീഠത്തിൽ അദ്ദേഹം ചിരിച്ചു കിടത്തുമ്പോൾ ആ മകന്റെ നെറ്റിത്തടം പിതാവായ ഇബ്രാഹിമിന്റെ കൺമുമ്പിൽ തെളിയുന്നുണ്ട്. ഏതൊരു പിതാവിനും കൈകൾ വിറച്ചു പോകുന്ന അത്യപൂർവമായിട്ടുള്ളൊരു നിമിഷമാണത്. ഖുർആൻ അവിടെ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പായി തന്നെ
ആ കർമ്മം ഇത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. പാസ്റ്റ് ടെൻസിലാണ് ആ പ്രഖ്യാപനം അള്ളാഹു നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൽ കൃത്യമായൊരു പാഠമുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശത്തിനാണ്, ആത്മബലിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നത്. ആ പ്രഖ്യാപനത്തോടുകൂടി അവിടെ അതുവരെ നിലനിന്നിരുന്ന മനുഷ്യബലിയെ ഇസ്ലാം നിരാകരിക്കുകയാണ്. പിന്നീട് കൃത്യമായ മാനുഷിക പറ്റുള്ള രീതിയിൽ ബലികർമ്മത്തെ ഇസ്ലാം ആവിഷ്കരിച്ചെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ബലിയിലേക്ക് നീങ്ങുമ്പോൾ അത്തരം ചിന്ത നമ്മുടെ മനസ്സിൽ പേറേണ്ടതുണ്ട്. നമ്മൾ നൽകുന്നത് ഒരാടിനെയോ മാടിനെയോ ആണ് എങ്കിൽ ആ മാടിന്റെ രക്തമോ മാംസമോ അതിന്റെ തൊലിയോ രോമങ്ങളോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. ലൻ യനാലല്ലാഹു ലഹൂമഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മനസ്സിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ച ആ സ്വീകരണം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കണം. അതിന് കൃത്യമായ ആത്മബലിയെ ആവിഷ്കരിക്കുകയാണ്. മറ്റൊന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഒരു ആദർശ കുടുംബമാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഈദ്ഗാഹിലേക്ക് വന്നത് നമ്മുടെ കുടുംബങ്ങളുടെ കൈപിടിച്ചുകൊണ്ടാണ്. ആലോചിച്ചു നോക്കുക, എല്ലാ രംഗത്തും ഇങ്ങനെ കൈപിടിച്ചുകൊണ്ട് നല്ല വഴികളിൽ ചേർന്നു പോകാൻ നമ്മുടെ മക്കൾ നമ്മുടെ ഒപ്പമുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറ തഹ്രീമിലെ 6-ാമത്തെ വചനം അള്ളാഹു എന്നോടും നിങ്ങളോടും ഒരു ഉത്തരവാദിത്വം പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം. ഈ ചുമതല എത്ര കണ്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി അവർ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവരാണ് നമ്മൾ. മക്കൾക്ക് വേണ്ടി പലതും നമ്മൾ നേടിക്കൊടുക്കുന്നവരാണ് നമ്മൾ. അതിലൊക്കെയും നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയാലും എന്റെ മക്കൾ ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല എന്നൊക്കെയും അഭിമാനിക്കാറുണ്ട് സഹോദരങ്ങളെ നമ്മൾ. എന്നാൽ നരകത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്താൻ എന്തൊരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലിക്ക് വേണ്ടി മകന്റെ കൈപിടിക്കുമ്പോ ആ കുഞ്ഞു പൈതൽ അതിൽ തയ്യാറായി എന്നത് നമ്മൾ വായിക്കുന്ന ഖുർആനിലുള്ളതാണ്. 5 നേരം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ കൈ പിടിച്ചു വരാൻ എത്ര മക്കൾ നിങ്ങൾക്കുണ്ട്? സുബഹിക്ക് നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ വീട്ടിൽ കിടന്നുറങ്ങുന്നവരാണോ നിങ്ങളുടെ മക്കൾ? ആലോചിച്ചു നോക്കണം. നിങ്ങളുടെ ഉറക്കം കെടുത്തണം. ഈ ആലോചനകളൊക്കെ കൃത്യമായൊരു ആദർശ പാഠം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ചുകൊണ്ട് 64 മില്യൺ ആളുകളാണ് ലോകത്ത് ഡ്രഗിന് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 210 മില്യൺ ആളുകൾ സോഷ്യൽ മീഡിയക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവർ തന്നെ നിരത്തുന്ന മറ്റൊരു കണക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റീലോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ പോസ്റ്റ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏറ്റവും താല്പര്യമുള്ള മറ്റൊരു പോസ്റ്റ് മറ്റൊരു റീലും തുടർന്നു വരികയാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? എന്റെ മനസ്സെങ്ങനെയാണ് ഇവർ വായിക്കുന്നത്? കൃത്യമായൊരു സോഷ്യൽ അറ്റൻഡിങ് എഞ്ചിനീയറിംഗ് ഇവിടെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ അതിവിദഗ്ധരായ ആളുകളും ടെക്നോളജികളും ഒക്കെ ഒരു ഭാഗത്തും ആധുനിക സമൂഹത്തിൽ വളർന്നു വരുന്ന നമ്മുടെ കൗമാരക്കാരായ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ പാടില്ലാത്ത കുട്ടികൾ മറുഭാഗത്തും ഇവർ തമ്മിൽ നടക്കുന്ന പോരാട്ടമാണ് ഇന്ന് ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ യുദ്ധമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ കാലുകളിൽ വീണു പോകുന്നുണ്ട്. നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല. 5 ഗ്രാം ഏതെങ്കിലും NDMA മറ്റോ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങളെ കസ്റ്റഡി എടുക്കാനും തുറങ്കിലടക്കാനും ഇവിടെ നിയമമുണ്ട്. എന്നാൽ 5-6 മണിക്കൂർ നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ അടയിരുന്നാൽ അതിനെ പിടികൂടാൻ ഇവിടെ ഒരു നിയമമോ സംവിധാനമോ ഇല്ലെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. എന്റെ ശരീരത്തിലും എന്റെ വസ്ത്രത്തിലും എന്റെ ആഘോഷത്തിലുമൊക്കെ ഞാൻ എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകുമെന്നാണ്. ഈ പ്രഖ്യാപനവുമായിട്ട് പോകുന്ന മക്കളെ ഒരിക്കലും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല.
അതിന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, കലാമിലേക്ക് അവർ തിരിച്ചു വരേണ്ടതുണ്ട്. അള്ളാഹു ചോദിക്കുന്നുണ്ട് ഖുർആനിൽ. എന്താണ് പടച്ചവൻ ചോദിക്കുന്നത്? നമ്മളെ വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ആ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടരുത് എന്ന് അള്ളാഹു ഖുർആനിലൂടെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 195-ാമത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിൽ കാണുമ്പോൾ അവർ പരസ്പരം അവർ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ അവർ പറയുന്നൊരു വാക്കിങ്ങനെയാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിലായിരുന്നപ്പോ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഏറെ സൂക്ഷ്മതയുള്ളവരായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിലേക്ക് പോവുക. അത്തരം ഒരു ചിന്തയും ഒരാലോചനയും എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, അവസാനിപ്പിക്കുകയാണ്. ഈദ് എന്ന് പറയുന്നത് ആഘോഷമാണ്. ഒറ്റയ്ക്കൊരാഘോഷമില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദന പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. ഫലസ്തീനിന്റെ മണ്ണിൽ, ലബനോണിന്റെ മണ്ണിലൊക്കെയും സിയോണിസ്റ്റ് കിങ്കരന്മാരുടെ ആക്രമണങ്ങൾക്ക് വിധേയമായി തങ്ങളുടെ വീടും നഗരവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഹതഭാഗ്യരായ ആളുകളുണ്ട്. ആ ആളുകളെ ഓർക്കാൻ നമുക്ക് ഈ സന്ദർഭം വിനിയോഗിക്കേണ്ടതുണ്ട്. അള്ളാഹു അവരുടെ മോചനം കൃത്യമായി നടപ്പിലാക്കുമാറാകട്ടെ. അവിടെ ശത്രുവിനെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അത്തരമൊരു ഐക്യദാർഢ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ അയൽപക്കങ്ങളിൽ കഴിയുന്ന ആളുകൾ, ഏതു മതക്കാരനാകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവരുമായി നമ്മളുടെ ഈദിന്റെ സന്തോഷം, സൗന്ദര്യം പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിലും അയൽപക്കങ്ങളിലും ഒക്കെ കഴിയുന്ന രോഗികൾ, അത്തരം ആളുകളെ ചേർത്തു പിടിക്കാൻ കഴിയണം. സർവോപരി എല്ലാ മനുഷ്യരിലേക്കും ചേർത്ത് നിന്നുകൊണ്ടുള്ള, എല്ലാവരിലേക്കും സന്തോഷം നൽകിക്കൊണ്ടുള്ള, സഹായിക്കേണ്ടവരെ സഹായിച്ചുകൊണ്ട് അങ്ങനെ ഒരു സഹവർത്തിത്വവും ഐക്യവും ഈ ഈദിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഇതിനേക്കാൾ നല്ല സദസ്സിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും ഒരുമിച്ച് ചേർത്ത് തരുമാറാകട്ടെ. നമ്മുടെ കൂടുതൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അയൽക്കാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وشماتة الأعداء وسوء القضاء يا رب العالمين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وضياء حياتنا يا رب العالمين. اللهم احسن عاقبتنا في امور كلها واجرنا من خزي الدنيا وعذاب الاخره. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه الأخيار وسلم تسليما كثيرا. وآخر دعوانا أن الحمد لله رب العالمين.